തായിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഫുഡിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് മഞ്ഞളുണ്ട്, അത് നന്നാക്കുന്ന നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതുപോലത്തെ 5 ട്രേ മഞ്ഞളാണ് കേട്ടോ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊന്ന് നിലത്തേക്ക് ചെരിയാം. അത് ചെരിയാൻ വേണ്ടിയിട്ട് എനിക്കാവില്ല, അപ്പോൾ ഞാൻ ഇക്കാനെയും കൂടെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നടുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ ട്രേ വെക്കും. ട്രേൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് വിരിച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ കരിയിലിട്ട് പിന്നെ മണ്ണിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നട്ടിട്ടുള്ളത്. ഇതാ മുട്ടത്തോലൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ മുട്ടത്തോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനല്ല കേട്ടോ നട്ടതൊക്കെ ഒക്കെയാണ്. ഇത് നന്നാക്കാൻ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നാക്കി എടുക്കാം കേട്ടോ. നമുക്കിതിനെങ്ങനെ നന്നാക്കിയെടുക്കാം. ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് പറിക്കാനൊക്കെ നല്ല സുഖം കേട്ടോ. നിലത്താകുന്ന സമയത്ത് നമുക്ക് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. മണ്ണിൽ ഇങ്ങനെ ട്രേയിലൊക്കെ നട്ടാൽ നമുക്ക് ആ ട്രേ അങ്ങോട്ട് ചെരിഞ്ഞാൽ അത് കിട്ടും. ഇത് ഇക്കാൻ്റെ ടൂൾസാണ് കേട്ടോ. ഞാനിത് പറിക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്നു. സ്ക്രൂ ഡ്രൈവർ ആകുമ്പോഴേ നമുക്കിങ്ങനെ കുത്തി എടുക്കാം. മണ്ണിലാവുമ്പോൾ ഇത് പറിച്ചു തരാൻ ഒരാൾ വേണം, കൊത്തണമെങ്കിലും പറിക്കണമെങ്കിലൊക്കെ. ഇതാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ പറിച്ചെടുക്കാമല്ലോ. നല്ല ഉഷാറിലുണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി. അപ്പോൾ നടാൻ സ്ഥലമില്ലാത്തവരൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് നടാൻ സ്ഥലമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ട്രേയിൽ നട്ടത്. സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ ഇനി ഇങ്ങനെ നട്ടെടുത്താൽ മതി. ഇഞ്ചി മഞ്ഞളൊക്കെ, ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളായിട്ടൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി പണികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ മഞ്ഞളൊക്കെ നമ്മൾ മണ്ണിൽ നിന്നൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ വേരൊക്കെ ഒന്ന് പൊട്ടിച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമുക്കത് ചെയ്യാം. എന്നിട്ടിത് കഴുകിയിട്ട് പുഴിഞ്ഞെടുക്കണം. നമുക്കിത് വേരൊക്കെ പൊട്ടിച്ച് നല്ല വൃത്തിയാക്കി എടുക്കാം. നമ്മൾ മഞ്ഞൾ കടയിൽ നിന്ന് മേടിക്കലില്ല കേട്ടോ. നമ്മളിങ്ങനെ മഞ്ഞൾ നടുന്നോലെടുത്തുനിന്ന് വാങ്ങുക ചെയ്യുക. അപ്പോൾ മഞ്ഞളിൻ്റെ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നന്നാക്കി വേരൊക്കെ പൊട്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനി മഞ്ഞളിനെ ഒരു 3-4 പ്രാവശ്യം നല്ലോണം കഴുകി എടുക്കണം കേട്ടോ. നല്ലോണം കഴുകി എടുക്കണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം കഴുകണം, എന്നാലേ ഇതിൻ്റെ മണ്ണൊക്കെ പോവുള്ളൂ. അപ്പോൾ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കാം കേട്ടോ. ഇത് നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും തുറന്നു കൊടുക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മഞ്ഞൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഈ അടുപ്പ് എങ്ങനെ ഉണ്ട്? ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ആ മഞ്ഞൾ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മുറിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മുറിഞ്ഞ് കിട്ടും. ഞാൻ അങ്ങനെ കേട്ടോ നോക്കലില്ലേ, കത്തി വെച്ച് ഇങ്ങനെ കുത്തി അങ്ങനെയെങ്കിലും നോക്കൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. ഇത് നല്ലോണം വെന്താലാണ് നല്ലോണം കളറ് കിട്ടുക എന്നാട്ടോ പറയുന്നത്. പൊടിക്ക് നല്ല കളർ ഉണ്ടാവുന്നു നല്ലോണം വെന്ത് വന്നാൽ. അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം കോരിയെടുക്കാം. എല്ലാം കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം ചൂട് തണിയട്ടെ. തണിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ചീന്തി എടുക്കണം കേട്ടോ. ചീന്താന്ന് വെച്ചാൽ മുറിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പൂച്ചക്കുട്ടികളാണ് കേട്ടോ. ഇത് പൂച്ചകളും 5 മക്കളുണ്ട് കേട്ടോ. അതിന് ഇവർക്ക് പേരുണ്ട് കേട്ടോ. ആ വെള്ളയിൽ ഓറഞ്ച് കുത്ത് വന്നിട്ടില്ലേ, ഒരു മഞ്ഞ പോലത്തെ, അതിൻ്റെ പേര് ലിസ എന്നാണ്.
ഇതിൻ്റെ പേര് ലാസി എന്നാണ്. മറ്റേ 3 പേരിട്ടില്ല. അത് ആവശ്യക്കാർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേരിട്ടിട്ടില്ല. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മളോട് തരുമോ എന്ന്. അപ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2 അത് 2 എൻ്റെതാണ്. അപ്പോൾ അതിന് മാത്രമേ ഞാൻ പേരിട്ടിട്ടുള്ളൂ. ഇതാണ് അമ്മ, നല്ല ഉറക്കത്തിലാണ്. മഞ്ഞളൊക്കെ ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അതെല്ലാം ഞാൻ നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലുള്ളതിനെ കൊണ്ട് ഒരു 3 ദിവസത്തെ വെയിലൊക്കെ കൊണ്ട് അത് ഉണങ്ങി കിട്ടുമായിരിക്കും കേട്ടോ. ഉണങ്ങിയതിന് ശേഷം നമുക്ക് പൊടിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്.